Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ ഫുള്ള് പോയംസ്, രണ്ടാമത്തെ മൊഡ്യൂള് ഷോർട്ട് സ്റ്റോറി ഫിക്ഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ടാമത്തെ മൊഡ്യൂളിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ദി നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോലി എന്ന റസ്കിൻ ബോണ്ടിൻ്റെ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ തൊട്ട് മുന്നുള്ള എല്ലാ ചാപ്റ്റർ വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കണ്ടു നോക്കുക. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ലെങ്തിയാണ്. പറഞ്ഞു പോകുമ്പോൾ എങ്ങനെയെങ്കിലും 2 പേജുള്ളെങ്കിലും പറഞ്ഞു പോകുമ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നാം നിങ്ങൾക്ക്. പക്ഷേ കഥ കൃത്യമായിട്ട് മനസ്സിലായാലേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിപ്പോൾ ഷോർട്ട് എസ്സേ ആയാലും എസ്സേ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ലൈൻസ് ഒക്കെ വായിച്ച് മലയാളം നിങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഒരു 25 മിനിറ്റ് ഒക്കെ നീളുന്ന വീഡിയോ ആയിരിക്കാം മേ ബി ഇത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം കഥ നന്നായിട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് ഇൻട്രൊഡക്ഷൻ പോയിന്റ്സ് നോക്കി പിന്നെ കഥ മനസ്സിലാക്കി അതിനുശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ പോയിന്റ്സ് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ തന്നെ ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ഈ ഒരു പാഠഭാഗത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നരേറ്റർ, ഈ ഒരു കഥ പറയുന്ന ആള് നമ്മുടെ റൈറ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ കഥയുടെ പേര് ദി നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോലി. അപ്പോൾ ഡിയോലി എന്ന് പറയുന്ന ഒരു പ്ലേസ് ആണ്. അപ്പോൾ അവിടുത്തെ ഒരു ട്രെയിൻ യാത്രയാണ് ഇതിലൊരു സംഭവം എന്ന് പറയുന്നത്. ദ നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോലി അപ്പിയർഡ് ആസ് പാർട്ട് ഓഫ് ഹിസ് കളക്ഷൻ ദി നൈറ്റ് ട്രെയിൻ അറ്റ് ഡിയോലി ആൻഡ് അതർ സ്റ്റോറീസ് 1988. 1988 നമ്മുടെ റസ്കിൻ ബോണ്ടിൻ്റെ കുറച്ച് കഥകളുടെ ഒരു സമാഹാരം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഒരു കഥയും പിന്നെ മറ്റ് സ്റ്റോറീസും ആയിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദ സ്റ്റോറി ഹാസ് at its heart the meeting between young college-going Ruskin Bond and a girl who sells baskets at the Deoli train station. അപ്പോൾ ഈ ഒരു കഥയിൽ മെയിനായിട്ട് നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് റസ്കിൻ ബോണ്ട്. അത്രമാത്രം പ്രായമുള്ള ഒരു 18 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചിട്ട് ഒരു സ്റ്റേഷനിൽ, ഡിയോലി ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചിട്ട് ബാസ്ക്കറ്റ്, കൊട്ടകളൊക്കെ വിൽക്കുന്ന ഒരു കുട്ടീനെ കണ്ടുമുട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നമ്മുടെ കഥ പോകുന്നത്. Cashing in on the elements of nostalgia, the story crosses beyond the borders of temporarily in such a way that the image of the girl and the train station at Deoli continues to live in the minds of the readers for long. അപ്പോൾ വളരെയധികം നൊസ്റ്റാൾജിയ എലമെന്റ്സ് ഒക്കെ മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാഠഭാഗം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ കഥ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് വിഷ്വൽസ് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരികയും ചെയ്യും കേട്ടോ. അപ്പം അത്രയും മനോഹരമായൊരു കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കഥ നിങ്ങൾ കേട്ടാലും ഒരുപാട് നാളുകൾക്ക് നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ക്യാരക്ടേഴ്സും ഇവരുടെ സ്റ്റോറിയും തങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു സ്റ്റോറി ആയിട്ട് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. നമുക്ക് ഇനി കഥ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻഡിങ് ഒക്കെ വളരെ ക്ലീഷേ എൻഡിങ് അല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എൻഡിങ് ഒക്കെയാണ്. ഞാനിത് പറയുന്നില്ല, ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റസ്കിൻ ബോണ്ടും, നമ്മൾ നേരത്തെ പറഞ്ഞു ഡിയോലി റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിൻ സ്റ്റേഷനിൽ ബാസ്ക്കറ്റ്സ് ഒക്കെ വിൽപ്പന നടത്തുന്ന ഒരു പെൺകുട്ടിയുമാണ് ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്കിനി ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ എല്ലാവരും, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, കയ്യിലുള്ളവർ അത് നോക്കുക. When I was at college, I used to spend my summer vacation in Dehra at my grandmother's place. I would leave the plains early in May and return late in July. അപ്പോൾ നമ്മുടെ റൈറ്റർ പറയാണ്, അപ്പോൾ റസ്കിൻ ബോണ്ട് തന്നെയാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായ ഇൻസിഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം സമ്മർ വെക്കേഷനൊക്കെ കൂടുതലും സ്പെൻഡ് ചെയ്യാറുള്ളത് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് പോയിട്ടാണ്. ഗ്രാൻഡ് മദർ ദഹ്റയിലാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് സമ്മർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ മെയ് ഒക്കെ ആകുമ്പോൾ പോവും. അത് മെയ് കഴിഞ്ഞിട്ട് ജൂൺ കഴിഞ്ഞ് ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് തിരിച്ച് വരാറുള്ളത്. Deoli was a small station about 30 miles from Dehra. ദഹ്റയിൽ നിന്നും 30 മൈൽസ് ദൂരമുള്ള ഒരു ചെറിയൊരു സ്റ്റേഷനാണ് ഡിയോലി എന്ന് പറയുന്ന സ്റ്റേഷൻ. ഡിയോലി എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ പ്രൊനൗൺസ് ചെയ്യാം. ഓക്കെ, ദെൻ ഇറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ദി ഹെവി ജംഗിൾസ് ഓഫ് ദി ഇന്ത്യൻ ടെറൈൻ. The train would reach Deoli at about 5 in the morning, when the station would be dimly lit with electric bulbs and oil lamps, and the jungle across the railway tracks would just be visible in the faint light of dawn. അതായത് ദിയോലി എന്ന് പറയുന്നത് 2 സൈഡ് ഇങ്ങനെ കാടുകളും ഒക്കെയുള്ള ഒരു പ്രദേശത്താണ് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. ചെറിയൊരു സ്റ്റേഷനാണ്.
അപ്പോൾ ഇവിടെ പുലർച്ചെ 5 മണിയോട് കൂടിയിട്ടാണ് ഈ ദിയോലി എന്ന് പറയുന്ന സ്റ്റേഷനിൽ നമ്മുടെ ട്രെയിൻ എത്തി നിൽക്കുന്നത്. ശരിക്കും പോകേണ്ടത് ദെഹ്റയിലോട്ടാണ്. അവിടേക്ക് ഇനി എന്താ പറയുക 30 മൈൽ യാത്രയുണ്ട്. അപ്പോൾ അതിന് മുന്നുള്ള സ്റ്റേഷനാണ് ദിയോലി എന്ന് പറഞ്ഞ സ്റ്റേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രെയിൻ നിർത്താറുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 മണിക്കാണ് എത്തുന്നത്. അതുകൊണ്ട് ഫുൾ ഇങ്ങനെ ചെറിയ ചെറിയ വെളിച്ചം, ലൈറ്റ്, ഒരു ഓയിൽ ലാംപ്സും ഇലക്ട്രിക് ബൾബ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ തന്നെ പിന്നീടുള്ള സൈഡുകളിലുള്ള കാർഡും കാര്യങ്ങളൊക്കെ വിസിബിൾ ആയിട്ട് തന്നെ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. ദിയോലി ഹാഡ് ഓൺലി എ ലോൺ പ്ലാറ്റ്ഫോം, ആൻ ഓഫീസ് ഫോർ ദി സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് എ വെയിറ്റിംഗ് റൂം. ഇതെന്ന് പറയുന്ന ചെറിയൊരു പ്ലാറ്റ്ഫോമാണ്. തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട്, ഒരു വെയിറ്റിംഗ് റൂം ഉണ്ട്, അല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. The platform boosted in a tea stall, a fruit vendor and a few stray dogs. അപ്പം ഇവിടെ പിന്നുള്ളത് ചെറിയൊരു ചായക്കടയുണ്ട്, പഴമൊക്കെ വിൽപ്പന ചെയ്യുന്ന ഒരാളുണ്ട്, കുറച്ച് തെരുവ് നായ്ക്കളുണ്ട്. നോട്ട് മച്ച് എൽസ്, വേറെ ഒന്നും തന്നെ ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ബിക്കോസ് ദ ട്രെയിൻ സ്റ്റോപ്ഡ് ദർ ഫോർ ഓൺലി 10 minutes ബിഫോർ റഷിംഗ് ഓൺ ഇൻ ടു ദി ഫോറസ്റ്റ്. വൈ ഇറ്റ് സ്റ്റോപ്ഡ് അറ്റ് ദിയോലി ഐ ഡോണ്ട് നോ. അപ്പോൾ പറയാണ് ഇനിയിപ്പോൾ ഫുൾ കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള ഒരു യാത്രയാണ്, ട്രെയിൻ യാത്രയാണ്. അപ്പോൾ അതിന് മുന്നേ 10 മിനിറ്റോളം ദിയോലിയിൽ നമ്മുടെ ട്രെയിൻ നിർത്തിയിടും എന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ ട്രെയിൻ നിർത്തണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് നമ്മുടെ റൈറ്റർ പറയുന്നു. നത്തിങ് എവർ ഹാപ്പൻ ദർ, നോബഡി ഗോട്ട് ഓഫ് ദി ട്രെയിൻ ആൻഡ് നോബഡി ഗോട്ട് ഇൻ. അപ്പോൾ ഈ ഒരു സ്റ്റേഷനിൽ 10 മിനിറ്റ് നിർത്തിയിട്ടുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ട്രെയിനിൽ നിന്ന് ആരും ഈ ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നുമില്ല, ഇവിടെ നിന്ന് ആരും ട്രെയിനിലോട്ട് കയറുന്നുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റേഷനിൽ വണ്ടി നിർത്തിയത് എന്ന് നമ്മുടെ റൈറ്റർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത്. But the train would halt there full 10 minutes and then a bell would sound, the guard would blow his whistle and presently Deoli would be left behind and forgotten. അപ്പോൾ സാധാരണ പോലെ തന്നെ സ്റ്റേഷനിൽ വണ്ടി നിർത്തുന്നു, കറക്റ്റ് 10 മിനിറ്റ് മുഴുവനാക്കിയിടത്തോളം അവിടെ കിടന്നിട്ട് അതിനുശേഷം വിസിൽ വിളിച്ച് വണ്ടി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. I used to wonder what happened in Deoli. Behind the station walls, I always felt sorry for that lonely little platform and for the place that nobody wanted to visit. അപ്പോൾ പറയാണ് എന്താണ് ദിയോലിയിൽ എന്തിനാണ് നിർത്തിയിടുന്നത്, ഇവിടെ ആരും ഇവിടുന്ന് കയറാത്ത, ആരും ഇവിടെ ഇറങ്ങാത്ത, അങ്ങനെയൊക്കെ നമ്മുടെ റൈറ്റർ ചിന്തിക്കുകയാണ്. അപ്പോൾ റൈറ്ററിന് ഈ ഒരു പ്ലേസിനോട് ഭയങ്കര സങ്കടം തോന്നുക. കാരണം ഒരാൾ പോലും വിസിറ്റ് ചെയ്യാൻ പോലും ഇങ്ങോട്ട് ഇറങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടം തോന്നുകയാണ്. I decided that one day I would get off the train at Deoli and spend the day there. അപ്പോൾ വിചാരിക്കുകയാണ് ഒരു ദിവസം എന്തായാലും ഈ ദിയോലിയിൽ ഒന്ന് ഇറങ്ങണം, എന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ്. ജസ്റ്റ് ടു പ്ലീസ് ദ ടൗൺ. അപ്പോൾ ഈ ഒരു ടൗണിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും ഇറങ്ങുന്നില്ല, തിരിഞ്ഞു നോക്കാത്തൊരു ടൗൺ ആണല്ലോ. അപ്പോൾ അതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുകയാണ്. I was 18 visiting my grandmother and the night train stopped at Deoli. A girl came down the platform selling baskets. അപ്പോൾ 18 വയസ്സ് പ്രായമാണ് റസ്കിൻ ബോണ്ടിന് ആ സമയത്തുള്ളത്. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ തന്നെ ഗ്രാൻഡ് മദറിനെ കാണാൻ പോവാണ്. നമ്മുടെ ദിയോലിയിലെ ട്രെയിൻ പതിവ് പോലെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുലർച്ചെയാണ് സമയം, എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് പ്ലാറ്റ്ഫോമിൽ ഒരു പെണ്ണിനെ കാണുകയാണ്. എ ഗേൾ കെയിം ഡൗൺ ദ പ്ലാറ്റ്ഫോമിൽ ഒരു പെണ്ണിനെ കാണുകയാണ്. പെൺകുട്ടി എന്തിനാ വന്നേ? സെല്ലിംഗ് ബാസ്ക്കറ്റ്സ്, കൊട്ടകളൊക്കെ വിൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. It was a cold morning and the girl had a shawl thrown across her shoulders. അപ്പം നല്ല തണുത്ത ഒരു എന്താ പറയുക പ്രഭാതമാണ്. അപ്പോൾ ഗേളിൻ്റെ എന്താ പറയുക ഷോൾഡറിലാണെങ്കിൽ ഷോൾ ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നുണ്ട്, തണുപ്പല്ലേ. ഹെർ ഫീറ്റ് were bare and her clothes were old but she was a young girl walking gracefully and with dignity. അപ്പോൾ കാലിൽ ചെരുപ്പൊന്നുമില്ല, വസ്ത്രങ്ങളാണെങ്കിൽ പഴയ വസ്ത്രങ്ങളാണ്. അപ്പോൾ വളരെ പാവപ്പെട്ട ഒരു കുട്ടിയാണ്, പക്ഷെ യങ് ഗേൾ ആണ്, നല്ല ഗ്രേസ്ഫുള്ളി ആണ്. അവളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക ഗ്രേസ് തോന്നുന്നുണ്ട് മുഖത്ത്. When she came to my window, she stopped. She saw that I was looking at her intently, but at first she pretended not to notice. അപ്പോൾ ഇവൻ ഇരിക്കുന്ന ആ ഒരു വിൻഡോ സീറ്റിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും പരസ്പരം നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവനാച്ചാൽ അവളെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അവൾ കണ്ടില്ല എന്നുള്ള രീതിക്ക് നിൽക്കുമായിരുന്നു. ഷീ ഹാഡ് പെയിൽ സ്കിൻ സെറ്റ് ഓഫ് ബൈ ഷൈനി ബ്ലാക്ക് ഹെയർ ആൻഡ് ഡാർക്ക് ട്രബിൾഡ് ഐസ്. അപ്പോൾ അവളുടെ ആ ഒരു ലുക്കിനെ കുറിച്ചാണ് പറയുന്നത്. പെയിൽ ആയിട്ടുള്ള കുറച്ച് നിറം മങ്ങിയ പോലത്തെ സ്കിന്നാണ്, ഷൈനി ബ്ലാക്ക് ഹെയർ ഉണ്ട്, നല്ല ഡാർക്ക് ആയിട്ടുള്ള ട്രബിൾഡ് ഐസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ദോസ് ഐസ് സെർച്ചിങ് ആൻഡ് എലക്വൻറ്റ് മെറ്റ് മൈൻ. അപ്പോൾ അങ്ങനെ ആ ഒരു കണ്ണുകൾ, ഇവർ രണ്ടുപേരും കണ്ണുകൾ തമ്മിൽ ഉടക്കി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സിറ്റുവേഷനായി. ഷീ സ്റ്റുഡ് ബൈ മൈ വിൻഡോ ഫോർ സം ടൈം ആൻഡ് നെയ്തർ ഓഫ് അസ് സെഡ് എനിത്തിങ്. അപ്പോൾ അവൾ കുറച്ച് നേരം എൻ്റെ വിൻഡോൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കണ്ണും കണ്ട് നോക്കുക, പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നുമില്ല.
But when she moved on, I found myself leaving my seat and going to the carriage door and stood waiting on the platform, looking the other way. അങ്ങനെ അവൾ അവിടെ നിന്ന് മൂവ് ചെയ്തപ്പോൾ ഇവൻ പതുക്കെ എഴുന്നേറ്റ് പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പുറത്തെ സൈഡിലോട്ടൊക്കെ നോക്കി അവിടെ ഒരു ടീ സ്റ്റോൾ ഉണ്ടായിരുന്നു, അതിനടുത്തേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്. ഐ വാക്ക്ഡ് അക്രോസ് ടു ദ ടീ സ്റ്റാൾ. എ കെറ്റിൽ വാസ് ബോയിലിംഗ് ഓവർ ഓൺ എ സ്മോൾ ഫയർ, ബട്ട് ദ ഓണർ ഓഫ് ദി സ്റ്റാൾ വാസ് ബിസി സെർവിങ് ടീ സംവെയർ ഓൺ ദ ട്രെയിൻ. അപ്പോൾ അവിടെ ആ ഒരു ടീ സ്റ്റാളിൽ ആരുമില്ല, കെറ്റിൽ ഇങ്ങനെ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വെള്ളമൊക്കെ. നമ്മുടെ ഓണർ ആണെങ്കിൽ ട്രെയിനിൻ്റെ ഉള്ളിൽ ആർക്കോ ചായ കൊടുക്കുന്ന തിരക്കിലാണ്. ദ ഗേൾ ഫോളോഡ് മീ ബിഹൈൻഡ് ദ സ്റ്റാൾ. ഡു യു വോണ്ട് ടു ബൈ എ ബാസ്ക്കറ്റ്, ഷി ആസ്ക്ഡ്. അപ്പോൾ നേരത്തെ കണ്ട പെൺകുട്ടിയില്ലേ, അവൾ ഇവൻ്റെ പിന്നാലെ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്കൊരു ബാസ്ക്കറ്റ് വാങ്ങണോ എന്ന് ചോദിച്ചു. ദേ ആർ വെരി സ്ട്രോങ്, മെയ്ഡ് ഓഫ് ദ ഫൈനസ്റ്റ് കെയിൻ. നോ, ഐ സെഡ്, ഐ ഡോണ്ട് വോണ്ട് എ ബാസ്ക്കറ്റ്. അപ്പോൾ അവളിങ്ങനെ പറയുന്നുണ്ട്, ഇത് നല്ല ബാസ്ക്കറ്റാ, ഭയങ്കര സ്ട്രോങ് ആണ്, നിങ്ങൾ ഒരെണ്ണം വാങ്ങൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്ന മറുപടി, വേണ്ട, എനിക്ക് ബാസ്ക്കറ്റ് ഒന്നും വേണ്ട എന്നാണ്. വി സ്റ്റഡ് ലുക്കിംഗ് അറ്റ് ഈച്ച് അതർ ഫോർ എ വാട്ട് സീംഡ് എ വെരി ലോങ് ടൈം ആൻഡ് ഷീ സെഡ്, ആർ യു ഷുവർ യു ഡോണ്ട് വോണ്ട് എ ബാസ്ക്കറ്റ്? അപ്പോൾ കുറേ നാളുകളായിട്ട് പരിചയമുള്ളവരെ പോലെ ഇവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബാസ്ക്കറ്റ് വേണ്ടെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഓൾ റൈറ്റ്, ഗിവ് മീ വൺ. എന്നാൽ ശരി എന്ന് പറഞ്ഞാൽ എന്തായോ എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഐ ടുക്ക് ദ വൺ ഓൺ ദ ടോപ്പ് ആൻഡ് ഗേവ് ഹെർ എ റുപ്പി, ഹാർഡ്ലി ഡയറിങ് ടു ടച്ച് ഹെർ ഫിംഗേഴ്സ്. അപ്പോൾ ഇവൻ ആദ്യം എന്ന് പറഞ്ഞ എടുത്ത് പൈസയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആസ് ഷീ വാസ് എബൌട്ട് ടു സ്പീക്ക്, the guard blew his whistle. She said something, but it was lost in the clenching of the bell and the hissing of the engine. അപ്പോൾ അവൾ എന്തോ പറഞ്ഞു, പൈസ കൊടുത്ത് ഇവൻ ആ ബാസ്ക്കറ്റ് എടുത്തപ്പോൾ അവൾ എന്തോ പറഞ്ഞു. അപ്പോഴേക്കാണ് വിസിലടിച്ച് ട്രെയിൻ എടുക്കുന്ന ഒരു എൻജിൻ സൗണ്ട് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് അവൾ പറഞ്ഞ കാര്യം ഇവന് മനസ്സിലായില്ല. ഐ ഹാഡ് ടു റൺ ബാക്ക് ടു മൈ കമ്പാർട്ട്മെൻറ്റ്. ദ ക്യാരേജ് ഷഡേർഡ് ആൻഡ് ജോൾട്ടഡ് ഫോർവേഡ്. അപ്പോൾ ഇവന് തിരിച്ച് ആ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറണമായിരുന്നു. അങ്ങനെ ട്രെയിൻ മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഷീ വാസ് എലോൺ ഓൺ ദ platform and she did not move, but she was looking at me and smiling. അവൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒറ്റയ്ക്കായിരുന്നു. അവളാണെങ്കിൽ അവിടുന്ന് മൂവ് ചെയ്യാതെ അവൻ തിരിച്ചോടി കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറുന്നത് നോക്കി, ഇവനെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. ഐ വാച്ച്ഡ് ഹെർ അൺടിൽ ദ സിഗ്നൽ ബോക്സ് കെയിം ഇൻ ദ വേ. സിഗ്നൽ ബോക്സ് വരുന്നത് വരെ അവളിങ്ങനെ നോക്കിക്കൊണ്ടേ തന്നെ അവൻ നിന്നു. And then the jungle hit the station, but I could still see her standing there alone. പിന്നെ ഫുൾ കാടിൻ്റെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ എന്നാലും അവൾ അവിടെ ദൂരെ നിൽക്കുന്നത് അവന് കാണാൻ കഴിയുമായിരുന്നു. I sat up awake for the rest of the journey. I could not rid my mind of the picture of the girl's face and her dark, smoldering eyes. അതായത് പിന്നീടുള്ള യാത്രയിലൊക്കെ ആ ഒരു കുട്ടീൻ്റെ പിക്ചറായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ, അവളുടെ കണ്ണുകളും ആ ഒരു പിക്ചറായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ബട്ട് വെൻ ഐ റീച്ച് ഡെഹ്റ ദ ഇൻസിഡൻറ്റ് ബിക്കെയിം ബ്ലഡ് ആൻഡ് ഡിസ്റ്റൻറ്റ്, ഫോർ ദർ വർ അതർ തിങ്സ് ടു ഒക്യുപ്പൈ മൈ മൈൻഡ്. പക്ഷേ ദെഹ്റയിൽ മുത്തശ്ശിയുടെ അടുത്ത് എത്തിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അവൻ മറന്നു. കാരണം അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവൻ ആലോചിക്കാനും ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി. ഇറ്റ് വാസ് ഓൺലി വെൻ ഐ വാസ് മേക്കിംഗ് ദ റിട്ടേൺ ജേർണി 2 months later ദാറ്റ് ഐ റിമെമ്പേർഡ് ദ ഗേൾ. അപ്പോൾ പിന്നീട് ആലോചിക്കുന്നത് എപ്പോഴാണ്, തിരിച്ച് ജൂലൈയിലൊക്കെ തിരിച്ച് പോരില്ലേ മുത്തശ്ശിയുടെ അടുത്തുനിന്ന്, തിരിച്ച് പോന്നപ്പോഴാണ് അവൻ ആ കുട്ടീനെ കുറിച്ച് ആലോചിക്കുന്നത്. ഐ വാസ് ലുക്കിംഗ് ഔട്ട് ഫോർ ഹെർ ആസ് ദ ട്രെയിൻ ഡ്രൂ ഇൻ ടു ദ സ്റ്റേഷൻ ആൻഡ് ഐ ഫെൽറ്റ് ആൻ അൺഎക്സ്പെക്റ്റഡ് ത്രിൽ വെൻ ഐ സോ ഹെർ വാക്കിംഗ് അപ്പ് ദ പ്ലാറ്റ്ഫോം. അപ്പോൾ ആ ഒരു ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ അവളെ കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൂപ്പരാൾക്ക് ഒരു ത്രില്ലോട് കൂടിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവളെ കണ്ടപ്പോഴും ആ ഒരു ത്രില്ല് അവനുണ്ടായിരുന്നു. ഐ സ്പ്രാങ് ഓഫ് ദി ഫുഡ് ബോർഡ് ആൻഡ് വേവ് ടു ഹെർ. അപ്പോൾ അവനെ അവിടെ നിന്നിട്ട് ഒരുപാട് നാളത്തെ പരിചയമുള്ള പോലെ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്, എന്താ പറയുക, ടാറ്റ കാണിക്കുന്ന പോലെ കാണിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ വെൻ ഷീ സോ മീ ഷീ സ്മൈൽഡ്. അപ്പോൾ അവൾ എന്നെ കണ്ടപ്പോൾ അവളും ചിരിച്ചു എന്ന് പറയാണ്. ഷീ വാസ് പ്ലീസ്ഡ് ദാറ്റ് ഐ റിമെമ്പേർഡ് ഹെർ. അവൻ ഇപ്പോഴും അവൾ ആലോചിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് അവൾക്ക് സന്തോഷമായിരുന്നു മുഖത്ത് എന്നാണ് പറയുന്നത്. വി വേർ ബോത്ത് പ്ലീസ്ഡ് ആൻഡ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മീറ്റിംഗ് ഓഫ് ഓൾഡ് ഫ്രണ്ട്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷം പഴയൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതായിരുന്നു ഇവർക്ക് രണ്ടുപേർക്കും നല്ല സന്തോഷമായി. ഷീ ഡിഡ് നോട്ട് ഗോ ഡൗൺ ദ ലെങ്ത് ഓഫ് ദ ട്രെയിൻ സെല്ലിംഗ് ബാസ്ക്കറ്റ്സ് ബട്ട് കെയിം സ്ട്രേറ്റ് ടു ദ ടീ സ്റ്റാൾ. അപ്പോൾ അവൾ ആ ഒരു ട്രെയിനിൽ ബക്കറ്റുകൾ ഇങ്ങനെ വിൽപ്പന ചെയ്യാതെ നേരെ ടീ സ്റ്റോളിൻ്റെ അടുത്തേക്കാണ് വന്നത്. ഹെർ ഡാർക്ക് ഐസ് were suddenly filled with light. She said nothing for some time, but we couldn't have been more eloquent. I felt the impulse to put her on the train there and then and take her away with me. I could not bear the thought of having to watch her resort into the distance of Deoli station.
അതായത് കുറച്ച് നേരത്തേക്ക് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയുന്നില്ല, പക്ഷെ ഇവന് ഭയങ്കര ഒരു ഫീലൊക്കെ വരികയാണ് ആ സമയത്ത്. ഇവളെ കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി നമ്മുടെ റൈറ്റർക്ക് വരികയാണ് ചെയ്യുന്നത്. ദെൻ അവളെ ഈ ഒരു ദ്യോലി സ്റ്റേഷനിൽ വിട്ട് പോകേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമൊക്കെ മൂപ്പരാൾക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി മുന്നൊരു തവണയെ കണ്ടിട്ടുള്ളൂ, പക്ഷെ എന്തോ ഒരു ബന്ധം ഇവർക്ക് ഫീൽ ചെയ്യാണ്. I took the baskets from her hand and put them down on the ground. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് ബാസ്ക്കറ്റ്സ് ഒക്കെ വാങ്ങിച്ച് അത് ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കുകയാണ്. She put out her hand for one of them, but I caught her hand and held it. I have to go to Delhi, I said. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഇവൻ വാങ്ങാൻ പോവാണെന്ന് വിചാരിച്ച് അതിലൊരെണ്ണം എടുക്കാൻ പോയപ്പോൾ ഇവൻ എന്ത് ചെയ്തു, അവളുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഐ ഹാവ് ടു ഗോ ടു ഡൽഹി, എനിക്ക് ഡൽഹിയിലോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ഷീ നോഡഡ്, തല ഇങ്ങനെ ആട്ടി, ഐ ഡു നോട്ട് ഹാവ് ടു ഗോ എനിവെയർ. അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് പിന്നെ എങ്ങോട്ടും പോകാനില്ലല്ലോ. ദ ഗാർഡ് ബ്ലൂ ഹിസ് വിസിൽ ഫോർ ദി ട്രെയിൻ ടു ലീവ് ആൻഡ് ഹൗ ഐ ഹേറ്റഡ് ദി ഗാർഡ് ഫോർ ഡൂയിങ് ദാറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ട്രെയിൻ പോകാനുള്ള വിസിൽ മുഴക്കി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഭയങ്കര ദേഷ്യം തോന്നുകയാണ്, 10 മിനിറ്റൊക്കെ ഇത്ര വേഗം കഴിഞ്ഞോ എന്ന് തോന്നുകയാണ്. ഐ വിൽ കം അഗെയിൻ, ഐ സെഡ്. വിൽ യു ബി ഹിയർ? ഷീ നോഡഡ് അഗെയിൻ ആസ് she nodded. The bell clanched and the train slid forward. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, ഞാൻ ഇനിയും വരും, നീ ഇവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ വീണ്ടും തലയാട്ടുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി ട്രെയിൻ ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഐ ഹാഡ് ടു wrench my hand away from the girl and run for the moving train. അപ്പോൾ അവൻ അവിടെ നിന്ന് കൈയൊക്കെ കാണിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. This time I did not forget her. അപ്പോൾ ഈ ഒരു സമയം അവൻ അവളെക്കുറിച്ച് മറന്നില്ല എന്നാണ് പറയുന്നത്. ഷീ വാസ് വിത്ത് മീ ഫോർ ദി റിമൈൻഡർ ഓഫ് ദി ജേർണി ആൻഡ് ഫോർ എ ലോങ് ആഫ്റ്റർ. കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു ജേണിയുടെ ഒരു ആലോചന, റിമൈൻഡർ എന്ന പോലെ അവളുടെ ഫേസ് അവൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഓൾ ദാറ്റ് ഇയർ ഷി വാസ് എ ബ്രൈറ്റ് ലിവിങ് തിങ്. അപ്പോൾ ആ ഒരു വർഷം മുഴുവനും, ഇനി അടുത്ത വർഷം വെക്കേഷനാണ് പോവുക, അപ്പോൾ ആ ഒരു വർഷം മുഴുവനും അവളുടെ മുഖം മനസ്സിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് വെൻ ദ കോളേജ് ടേം ഫിനിഷ്ഡ് ഐ packed in haste and left for Dehra earlier than usual. My grandmother would be pleased at my eagerness to see her. അപ്പോൾ നെക്സ്റ്റ് ഇയറിലെ വെക്കേഷൻ ആയപ്പോൾ സാധാരണ ഇവൻ പോകുന്നേക്കാളും കുറച്ച് നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഇവൻ ആലോചിക്കാം, മുത്തശ്ശിക്ക് എന്തായാലും ഭയങ്കര സന്തോഷമാവും. നേരത്തെ മുത്തശ്ശിയുടെ മൈൻഡിൽ എന്താ, എൻ്റെ മോൻ എന്ത് സ്നേഹ, കൊച്ചുമോൻ വേഗം എന്നെ കാണാൻ വേണ്ടി, സ്കൂൾ അടച്ചപ്പോഴേക്കും അല്ലെങ്കിൽ കോളേജ് വെക്കേഷൻ ആയപ്പോഴേക്കും വേഗം എന്നെ കാണാൻ വേണ്ടി വന്നു എന്നാണ് മുത്തശ്ശി വിചാരിക്കുന്നത്. പക്ഷേ ഇവൻ്റെ മൈൻഡിൽ എന്താണ്, ആക്ച്വലി ആ ഒരു കുട്ടീനെ കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ I was nervous and anxious as the train drew into Deoli. അപ്പോൾ ഡിയോളിക്ക് ഇങ്ങനെ അടുക്കും തോറും അവൻ്റെ ഉള്ളിൽ ആ ഒരു ആൻഷ്യസ് ഉണ്ട്, നെർവസ് ഉണ്ട്, ഒക്കെ ആവുകയാണ് അവൻ. ബിക്കോസ് ഐ വാസ് വണ്ടറിങ് വാട്ട് ഐ ഷുഡ് സേ ടു ദ ഗേൾ ആൻഡ് വാട്ട് ഐ ഷുഡ് ഡു. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഞാൻ എന്താ കുട്ടിയോട് പറയാം, ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര ടെൻഷനാണ് മൂപ്പരാൾ. ഐ വാസ് ഡിറ്റർമൈൻഡ് ദാറ്റ് ഐ വുഡിൻ സ്റ്റാൻഡ് ഹെൽപ്ലെസ്ലി ബിഫോർ ഹെർ, ഹാർഡ്ലി ഏബിൾ ടു സ്പീക്ക് ഓർ ഡു എനിത്തിങ് അബൌട്ട് മൈ ഫീലിങ്സ്. അപ്പോൾ ഈ വട്ടം മൂപ്പരാൾ വിചാരിക്കുന്നത് എന്തായാലും ഒന്നും പറയാതെ ഒരു നിസ്സഹായനായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, ഒന്നും അവളോട് പറയാതെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ വട്ടം എന്തായാലും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ അവളോട് പറയണമെന്ന് തീരുമാനിക്കുകയാണ്. ദ ട്രെയിൻ കെയിം ടു ഡിയോളി. അങ്ങനെ ഡിയോളിയിൽ നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുകയാണ്. ആൻഡ് ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ പ്ലാറ്റ്ഫോം ബട്ട് ഐ കുഡ് നോട്ട് സീ ദ ഗേൾ എനിവെയർ. ഐ ഓപ്പൺ ദ ഡോർ ആൻഡ് സ്റ്റെപ്ഡ് ഓഫ് ദ ഫുഡ് ബോർഡ്. ഐ വാസ് ഡീപ്ലി ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഓവർകം ബൈ സെൻസ് ഓഫ് ഫോർബോഡിങ്. അതായത് അവൻ അവിടേക്ക് എത്തിയപ്പോൾ ഫുൾ അവളെ നോക്കുകയാണ്, ഇറങ്ങിയിട്ടൊക്കെ നോക്കുകയാണ്, പക്ഷെ അവളെ ഒട്ടും കാണാനേ സാധിച്ചില്ല. അങ്ങനെ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു ഡു സംതിങ് ആൻഡ് സോ ഐ റാൻ അപ്പ് ടു ദ സ്റ്റേഷൻ മാസ്റ്റർ ആൻഡ് സെഡ്, ഡു യു നോ ദ ഗേൾ ഹു യൂസ് ടു സെൽ ദ ബാസ്ക്കറ്റ്സ് ഹിയർ. അപ്പോൾ അവനവിടെ എന്താ പറയുക, അവളെ കാണാനായിട്ട് സാധിച്ചില്ല. കുറേ തവണ നോക്കി, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട്, ഇവിടെ ബാസ്ക്കറ്റ്സ് ഒക്കെ വിൽക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല, ആ പെൺകുട്ടീനെ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുകയാണ്. നോ ഐ ഡോണ്ട് സെഡ് ദ സ്റ്റേഷൻ മാസ്റ്റർ. അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞില്ല, എനിക്ക് അറിയില്ലല്ലോ. ആൻഡ് യു ഹാഡ് ബെറ്റർ ഗെറ്റ് ഓൺ ദ ട്രെയിൻ ഇഫ് യു ഡോണ്ട് വോണ്ട് ടു ബി ലെഫ്റ്റ് ബിഹൈൻഡ്. നിങ്ങൾക്ക് ട്രെയിൻ പോകണമെങ്കിൽ വേഗം കയറിക്കോന്ന് സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞു. ബട്ട് ഐ പേസ്ഡ് അപ്പ് ആൻഡ് ഡൗൺ ദ പ്ലാറ്റ്ഫോം ആൻഡ് സ്റ്റെയർഡ് ഓവർ ദി റെയിലിംഗ് ആൻഡ് ദ സ്റ്റേഷൻ യാർഡ്. All I saw was a mango tree and a dusty road leading into the jungle. അപ്പോൾ ഫുൾ അവൻ അവിടേക്കൊക്കെ ഇങ്ങനെ കണ്ണ് ചുറ്റിച്ചിങ്ങനെ നോക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ എവിടെ അവളെ കാണാൻ സാധിച്ചില്ല. ആകെ കണ്ടത് ഒരു മാവും പിന്നെ എന്താ പറയുക, ഒരു റോഡുമാണ്, ജംഗിളിലോട്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡുമാണ് കാണാനായിട്ട് സാധിച്ചത്. ആൻഡ് ഐ ഹാഡ് ടു റൺ അപ്പ് ദ പ്ലാറ്റ്ഫോം ആൻഡ് ജംപ്ഡ് ഫോർ ദി ഡോർ ഫോർ മൈ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ വേഗം ചാടി കമ്പാർട്ട്മെൻറ്റിൽ കയറുകയാണ് ചെയ്യുന്നത്. ദെൻ ആസ് ദ ട്രെയിൻ ഗ്യാതേർഡ് സ്പീഡ് ആൻഡ് റഷ്ഡ് ത്രൂ ദ ഫോറസ്റ്റ് ഐ സാറ്റ് ബ്രൂഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദി വിൻഡോ. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ വളരെ വേഗത്തിൽ ആ ഒരു കാടിൻ്റെ നടുവിലൂടെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വളരെയധികം സങ്കടപ്പെട്ട് നമ്മുടെ റൈറ്റർ ഇരിക്കുകയാണ്.
വാട്ട് കുഡ് ഐ ഡു അബൌട്ട് ഫൈൻഡിങ് എ ഗേൾ ഐ ഹാഡ് സീൻ ഓൺലി ട്വൈസ്. ഈ 2 വട്ടം മാത്രം കണ്ടിട്ടുള്ള ആ പെൺകുട്ടീനെ കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ഇനി ചെയ്യണ്ടേ? who had hardly spoken to me and about whom I knew nothing, absolutely nothing, but for whom I felt a tenderness and responsibility that I had never felt before. അപ്പം അവന് വളരെയധികം സങ്കടം ഉണ്ട് ആ കുട്ടീനെ കാണാത്തതിൽ. അപ്പോൾ സാധാരണ 2 മാസമാണല്ലോ മുത്തശ്ശിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നിൽക്കാറുള്ളത്. പക്ഷേ മുത്തശ്ശിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കപ്പിൾ ഓഫ് വീക്സ് കൂടി അവിടെ നിന്നില്ല എന്ന് പറയണം. അതിന് മുന്നേ തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. മൈ ഗ്രാൻഡ് മദർ വാസ് നോട്ട് പ്ലീസ്ഡ് വിത്ത് മൈ വിസിറ്റ് ആഫ്റ്റർ ഓൾ. അപ്പോൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. മോൻ സാധാരണ വരുന്നേക്കാളും നേരത്തെ എന്നെ കാണാൻ ചാടി വന്നതാ, പക്ഷെ വേഗം തന്നെ തിരിച്ചു പോവുകയും ചെയ്തപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി എന്നാണ് പറയുന്നത്. കാരണം ഇവന് തിരിച്ചു പോകുമ്പോഴെങ്കിലും അവളെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ I felt restless and ill at ease, so I took her train back to the plains, meaning to ask further questions for the station master at Deoli. അപ്പോൾ ഇൻ കേസ് അവളെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ മാസ്റ്ററുടെ അടുത്ത് കുറച്ചും കൂടി കാര്യങ്ങൾ അവളെ പറ്റി ചോദിക്കാമല്ലോ. ബട്ട് അറ്റ് Deoli there was a new station master. പക്ഷേ ഇവൻ തിരിച്ചു പോരുമ്പോൾ പുതിയ സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. The previous man had been transferred to another post within a past week. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ഒരു പണ്ടത്തെ സ്റ്റേഷൻ മാസ്റ്റർ വേറൊരു സ്റ്റേഷനിലോട്ട് മാറിപ്പോയതായിട്ട്, ട്രാൻസ്ഫർ ചെയ്തതായിട്ടാണ് ഇവന് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ പിന്നെ പുതിയ ആളുടെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ആൾക്ക് എന്തായാലും ഈ കുട്ടീനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. The new man didn't know anything about the girl who sold basket. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴും ആൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. I found the owner of the tea stall, a small shriveled up man wearing greasy clothes, and asked him if he knew anything about the girl with the baskets. അപ്പോൾ അവിടെ ആ ടീ സ്റ്റോളിൻ്റെ ഓണറിനെ കാണുകയാണ്. അപ്പോൾ ആളുടെ അടുത്ത് പോയി, ആൾ മുഷിഞ്ഞ കുറച്ച് വസ്ത്രമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ധരിച്ചുകൊണ്ട്. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ബാസ്ക്കറ്റ് വിറ്റുകൊണ്ടിരുന്നിരുന്ന കുട്ടീനെ അറിയുമെന്ന് ചോദിച്ചപ്പോൾ, യെസ് ദർ വാസ് സച്ച് എ ഗേൾ ഹിയർ, ഐ റിമെമ്പേർഡ് ക്വൈറ്റ് വെൽ, ഹി സെഡ്. അങ്ങനെ ഒരു കുട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ അവളെ പറ്റി ഓർക്കുന്നു എന്ന് അയാൾ പറഞ്ഞു. ബട്ട് ഷി ഹാസ് സ്റ്റോപ്ഡ് കമ്മിങ് നൗ. പക്ഷെ ഇപ്പോൾ അവൾ ഇങ്ങോട്ട് വരാറില്ല അല്ലേ, എന്ത് പറ്റിയാവോ എന്നാണ് മൂപ്പരാളും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവന് ചോദിക്കുന്നുണ്ട് വൈ ഐ ആസ്റ്റ്, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ആള് പറയുന്നത്, ഹൗ ഷുഡ് ഐ നോ സെഡ് ദ മാൻ, എനിക്ക് എങ്ങനെ അറിയാം അവൾക്ക് എന്ത് സംഭവിച്ചതെന്ന് എനിക്ക് എങ്ങനെ അറിയാം. ഷി വാസ് നത്തിങ് ടു മീ, എനിക്ക് അവൾ ആരുമല്ല, എനിക്ക് അവൾ ഒന്നുമല്ല, പിന്നെ ഞാൻ എന്തിനാ അവളെ പറ്റി അന്വേഷിക്കണേന്ന് ആള് പറയാണ്. ആൻഡ് വൺസ് അഗെയിൻ ഐ ഹാഡ് ടു റൺ ഫോർ ദി ട്രെയിൻ. അപ്പോൾ വീണ്ടും ട്രെയിൻ എടുത്തപ്പോൾ ട്രെയിനിലേക്ക് അവൻ ഓടിക്കയറാണ്. ആസ് ദ Deoli പ്ലാറ്റ്ഫോം റെസിഡഡ് ഐ ഡിസൈഡഡ് ദാറ്റ് വൺ ഡേ ഐ വുഡ് ഹാവ് ടു ബ്രേക്ക് ജേർണി ദർ. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ഒരു ദിവസം എന്തായാലും Deoliയിൽ ഇറങ്ങണം, അവിടെ അവളെപ്പറ്റി അന്വേഷിക്കണം എന്നൊക്കെ അവൻ ചിന്തിക്കുകയാണ്. സ്പെൻഡ് എ ഡേ ഇൻ ദ ടൗൺ, മേക്ക് എൻക്വയറീസ് ആൻഡ് ഫൈൻഡ് ദ ഗേൾ ഹു ഹാഡ് സ്റ്റോളൻ മൈ ഹാർട്ട് വിത്ത് nothing but a look from her dark impatient eyes. ആ ഒരു ഇംപേഷ്യൻ്റ് ആയിട്ടുള്ള ഐസിലൂടെ നോക്കിക്കൊണ്ട് എൻ്റെ ഹൃദയം കവർന്ന അവളെ എനിക്ക് അന്വേഷിക്കണം, അവളെ പറ്റിയിട്ട് ഞാൻ എന്തായാലും അന്വേഷിക്കും എന്ന് ഇവൻ ഡിസൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. Then I went to Dehra again in the summer, and when in the early hours of the morning the night train drew into Deoli station, I looked up and down the platform for signs of the girl, knowing I wouldn't find her but hoping just the same. അപ്പോൾ പിന്നത്തെ വെക്കേഷനിലും അവൻ പോകുന്ന സമയത്ത് അവളെ അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ഒന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല. അവൻ ഇറങ്ങുന്നില്ല കേട്ടോ, ജസ്റ്റ് ഇതേപോലെ തന്നെ അവിടെ ഒന്ന് ജസ്റ്റ് അന്വേഷിക്കുന്നു, തിരിച്ച് ട്രെയിൻ കയറുന്നു, അങ്ങനെയാണ്. ഇതുവരെ ജേർണി ബ്രേക്ക് ചെയ്തിട്ടില്ല. ഐ കുഡിൻറ്റ് ബ്രിങ് മൈ സെൽഫ് ടു ബ്രേക്ക് ദ ജേർണി അറ്റ് Deoli ആൻഡ് സ്പെൻഡ് എ ഡേ ദർ. അപ്പോൾ അവൻ അവിടെ ഇറങ്ങി ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്ത് അവളെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദെൻ if it was all fiction or a film, I reflected, I would have go down, cleaned up my mystery and reached the suitable ending for the whole thing. അപ്പോൾ സാധാരണ സിനിമകളിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളിങ്ങനെ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങുന്നു, അവിടെ പിന്നെ ഒരു ദിവസം സ്പെൻഡ് ചെയ്ത് അവളെ പറ്റി പോലീസിൽ അവിടെ ഇവിടെയൊക്കെ പോയി അന്വേഷിക്കുന്നു, അവളെ കണ്ടെത്തുന്നു, അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്, അങ്ങനെയാണല്ലോ. ഇതങ്ങനെ നടക്കാൻ ഇത് സിനിമയല്ല, ആളുടെ ലൈഫിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ച കാര്യമാണ് ഇന്ന് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് ഐ വാസ് എഫ്രൈഡ് ടു ഡു ദിസ്. അപ്പോൾ എനിക്ക് ആക്ച്വലി പേടിയായിരുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട്. ഐ വാസ് എഫ്രൈഡ് ഓഫ് ഡിസ്കവറിങ് വാട്ട് റിയലി ഹാപ്പൻ ടു ദ ഗേൾ. Perhaps she was no longer in Deoli, perhaps she was married, perhaps she had fallen ill. അപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി പേടിയാണ്. ചിലപ്പോൾ അവൾ ഇവിടെ നിന്ന് വിട്ടുപോയിണ്ടാവും, ഈ ഒരു Deoli എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടാവും, കല്യാണം കഴിഞ്ഞ് പോയിണ്ടാവാം, ചിലപ്പോൾ വയ്യാതെ ആയിട്ടുണ്ടാവാം. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഐ ഹാവ് പാസ്ഡ് ത്രൂ Deoli മെനി ടൈംസ്. അപ്പോൾ ഈ ഒരു കുറച്ച് വർഷങ്ങളിൽ ഒരുപാട് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. And I always look out of the carriage window, half expected to see the same unchanged face smiling up to me. അപ്പോൾ എപ്പോൾ പോകുമ്പോഴും
പുറത്തേക്ക് നോക്കും, ആ ഒരു മാറാത്ത ചിരിയുമായിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് ആലോചിക്കും. ഐ വണ്ടർ വാട്ട് ഹാപ്പൻ ഇൻ ദിയോലി ബിഹൈൻഡ് ദി സ്റ്റേഷൻ വാൾസ് ബട്ട് ഐ വിൽ നെവർ ബ്രേക്ക് മൈ ജേർണി ദർ. അപ്പോൾ എന്ത് പറ്റിയെന്ന് അവൻ എപ്പോഴും ആലോചിക്കും, പക്ഷേ ആലോചിക്കുമെന്നല്ലാതെ ഒരിക്കലും അവിടെ നിന്ന് ചാടി ഇറങ്ങി അവൾ അന്വേഷിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് മേ സ്പോയിൽ മൈ ഗെയിം. ഐ പ്രിഫർ ടു കീപ് ഹോപ്പിംഗ് ആൻഡ് ഡ്രീമിംഗ് ആൻഡ് ലുക്കിംഗ് ഔട്ട് ഓഫ് ദി വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ ദ ലോൺലി പ്ലാറ്റ്ഫോം വെയിറ്റിംഗ് ഫോർ ദി ഗേൾ വിത്ത് ദ ബാസ്ക്കറ്റ്. അപ്പോൾ അവൻ എപ്പോഴും എന്താ പറയുക ചെയ്യുന്ന കാര്യം, പ്ലാറ്റ്ഫോമിൽ എത്തുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കും, അവളൊന്ന് ജസ്റ്റ് അന്വേഷിക്കും, ആ ബാസ്ക്കറ്റുമായിട്ട് അവൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് അവൻ ആഗ്രഹിക്കും. ഐ നെവർ ബ്രേക്ക് മൈ ജേർണി അറ്റ് ഡിയോലി. അപ്പോൾ ഡിയോലിയിൽ ഒരിക്കലും അവൻ അവൻ്റെ ജേർണി നിർത്തിയിട്ടില്ല. ബട്ട് ഐ പാസ് ത്രൂ ആസ് ഓഫൺ ആസ് ഐ ക്യാൻ. പക്ഷെ ഞാൻ അതിലൂടെ എപ്പോഴെപ്പോഴും പോവാറുണ്ട്, ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ക്ലീഷേ എൻഡിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു എൻഡിങ് ആയിരുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്തത് എന്താ, അവിടെ അന്വേഷിച്ച് ചാടി ഇറങ്ങി ആ കുട്ടീനെ കണ്ടുമുട്ടുന്നു, പ്രണയത്തിലാവുന്നു, അങ്ങനെയൊക്കെയല്ലേ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചതേ ഇല്ല. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഗുണപാഠം എന്ന് പറയുന്നത്, മേ ബി നിങ്ങൾക്ക് പല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാവാം, അങ്ങനെ ഒരു വ്യൂ വന്നിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ, ആ ഒരു ലക്ഷ്യത്തിൻ്റെ ഇടയിൽ, ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. പലരെയും നമ്മൾ കണ്ടുമുട്ടും, പല ഇൻസിഡൻസ് ഉണ്ടാവും, നമ്മൾ തളർന്നു പോകുന്ന സിറ്റുവേഷൻസ് വരും, നമുക്ക് വളരെ അധികം വിജയിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് വരും. അപ്പോൾ അതിലൊന്നും നമ്മൾ ഓവർ എക്സൈറ്റഡ് ആവാതെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുടരുക. അതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചാലും നമ്മുടെ ജേർണി അവിടെ ബ്രേക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോളാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടി നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൗ ഡസ് ദി ഓതർ സ്പെൻഡ് ഹിസ് സമ്മർ വെക്കേഷൻ? ആൾ എങ്ങനെയാണ് ആളുടെ സമ്മർ വെക്കേഷൻ ചെലവഴിച്ചിരുന്നത്? ദി ഓതർ യൂസ് ടു സ്പെൻഡ് ഹിസ് സമ്മർ വെക്കേഷൻ വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ ഇൻ ദഹര. ദഹരയിലുള്ള ഗ്രാൻഡ് മദറിനോടൊപ്പമാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്. വാട്ട് ഹാപ്പൻ ഡ്യൂറിങ് വൺ ഹിസ് ജേർണീസ് ടു ദഹര? ദഹരയ്ക്ക് പോകുന്ന ഒരു യാത്രയിൽ വെച്ച് എന്താണ് സംഭവിച്ചത്? ഇൻ വൺ ഓഫ് ഹിസ് ജേർണി ഹീ സോ എ ഗേൾ അറ്റ് ദ പ്ലാറ്റ്ഫോം അറ്റ് ഡയോലി. ഷി വാസ് സെല്ലിംഗ് ബാസ്ക്കറ്റ്സ്. ബാസ്ക്കറ്റ്സ് ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടീനെ അവൻ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. വാട്ട് ഡസ് ദ ഗേൾ അറ്റ് ദ ദിയോലി ട്രെയിൻ സ്റ്റേഷൻ സെൽ? അവിടെ എന്താണ് സെൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്? ബാസ്ക്കറ്റ്സ് ആണ്. ഇത് കുഞ്ഞു പിള്ളേരെ ചോദ്യം പോലെ ഉണ്ടല്ലോ. വാട്ട് ഹാപ്പൻഡ് ബിറ്റ്വീൻ ദ ഓതർ ആൻഡ് ദ ഗേൾ? ആ ഗേളിനും ഓതറിനും സംഭവിച്ചത് എന്താണ്? ദേ വർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ ഫ്രം ദയർ ഫസ്റ്റ് മീറ്റിംഗ് ഇറ്റ് സെൽഫ്. ആദ്യ കാഴ്ചയിൽ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഡസ് ദി ഓതർ സക്സീഡ് ഇൻ ഫൈൻഡിങ് ദ whereabouts of the girl? അതായത് ആ പെൺകുട്ടീനെ എവിടെയാണെന്ന് കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചോ എന്നാണ് ചോദിക്കുന്നത്. The author could not find the girl whereabouts since he never enquired beyond the station. ആൾക്ക് അവളെക്കുറിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ല, ആള് ആ ഒരു സ്റ്റേഷൻ്റെ ഒരു പരിധിയിലല്ലാതെ പിന്നീട് അവളെക്കുറിച്ച് അന്വേഷിച്ചിട്ടും ഇല്ല, വേറെ എവിടെയും പോയി അന്വേഷിച്ചിട്ടും ഇല്ല. ഇതാണ് നമ്മുടെ സ്റ്റോറിയിലെ മെയിൻ ക്വസ്റ്റ്യൻസ്. ഇനി ഇതിലെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി ഗേൾ ചോദിക്കുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് ദി നമ്മുടെ റസ്കിൻ ബോണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്ത് വായിക്കാനോ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാനോ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് അത് ഇഷ്ടമായോ? നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിലെ എല്ലാ സ്റ്റോറീസും കഴിഞ്ഞു. സ്റ്റോറീസ് ഞാൻ എല്ലാം ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിരുന്നു. 4 സ്റ്റോറീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ബോറടിച്ചോ, എങ്ങനെയുണ്ടായിരുന്നു, ക്ലാസ് എടുത്തത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.